ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് വിഷ്ണു. ഞാൻ ഒരു സാംസങ് ഗാലക്സി വാച്ച് അൾട്രയുടെ അൺബോക്സിംഗ് വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി. ഫ്രണ്ട്സ്, ഇതാണ് ബോക്സ്. ഇത് ഒരു സിൽവർ ടൈറ്റാനിയം വിത്ത് മറൈൻ ഗ്രേ ബ്രാൻഡ് വേരിയന്റ് ആണ്. ഔട്ടർ ബോക്സ് ഈ ലുക്കിൽ വരും. ഇങ്ങനെയാണ് അവരുടെ പാക്കിംഗ്. സോ ജസ്റ്റ് നമുക്കിന്ന് ഇവിടെ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഈ ടോപ്പ് കവർ മാറ്റിയാൽ ഇതാണ് അകത്തെ ലുക്ക്. ടോപ്പിൽ ഒരു കേസ് ഉണ്ട്. ഇതിലാണ് വാച്ച് സൈഡിൽ വെക്കാം. അടിത്തട്ടില് വേറൊരു കേസ് ഉണ്ട്. ഇതില് ബാൻഡ് കണ്ടോ, മാറ്റി വെക്കാം. സോ ഇത്രയേ ഉള്ളൂ. എന്നിട്ടിപ്പോ ഈ കേസിന്റെ കവർ തുറക്കാം. കണ്ടോ ഫ്രണ്ട്സ്, ഇതാണ് വാച്ച് കേസ് അൾട്ര. മാറ്റി വെക്കാം. ഈ ബോക്സില് വേറൊരു തട്ട് എന്താണെന്ന് നോക്കാം. ഇതില് നമ്മുടെ യൂസർ മാനുവലും ടേംസ് ആൻഡ് കണ്ടീഷൻസും ആണ്. ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡാണ്. എന്നിട്ട് ഇത് നമ്മുടെ ചാർജിങ് കേബിളാണ്. ഇത് USB-C ടൈപ്പ് വിത്ത് മാഗ്നറ്റിക് ഡോക്കാണ്. ഇതില് ഇൻപുട്ട് 50 വാട്ട് 20 ആംപിയർ ആണ്. സോ ഫ്രണ്ട്സ്, വാച്ച് ഫേസ് ഇതുപോലെ ഇരിക്കും. നല്ല ലുക്കാണ്. ഇവിടെ മൈക്രോഫോൺ, സ്പീക്കർ, ഇത് ബ്രസ്റ്റ് ബാൻഡ് സെറ്റപ്പ് ചെയ്യുന്നത്, ഇത് പവർ ബട്ടൺ, ഇത് ആക്ഷൻ ബട്ടൺ, ഇത് ബാക്ക് ബട്ടൺ, ഒരു വൈറ്റ് എച്ചിങ് ഒക്കെ കൊടുത്ത് നല്ലൊരു സോളിഡ് ലുക്കാണ്. ടൈറ്റാനിയം ആണ്, സിൽവർ ടൈറ്റാനിയം. സോ ഇതുപോലെ ഇരിക്കും ആംഗിൾസിൽ. സാംസങ്ങിന്റെ പുതിയൊരു സെൻസർ അറേ ഉണ്ട്. ഈ സ്റ്റിക്കർ ഞാൻ കളക്കട്ടെ.
ഹാർട്ട് ബീറ്റ് സെൻസർ, ഗൈറോ സെൻസർ ഒക്കെ ഇവിടെ ഉണ്ട്. ഇത് ബാൻഡ് റിലീസ് നോച്ചാണ്, പുതിയൊരു സെൻസർ, കൊള്ളാം. ബട്ട് ഇത് പവർ ഷെയറിംഗ് സപ്പോർട്ട് ചെയ്യില്ലെന്ന് തോന്നുന്നു. ബിക്കോസ് സാംസങ് ഒരു പുതിയ രീതിയിലാണ് ഇതുണ്ടാക്കിയിരിക്കുന്നു. ഈ സെൻസർ അറേയിലെ അക്യുറസി നല്ല ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഹാർട്ട് റേറ്റും അക്യുറസിയെ പറ്റി ഞാൻ ചെക്ക് ചെയ്ത് വേറൊരു വീഡിയോ ഇടാം. ഇത് നമ്മുടെ ബാൻഡ് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതൊരു മെറീൻ ബാൻഡാണ്, ഡാർക്ക് ഗ്രേ, ഡബിൾ നോച്ച് ഉണ്ട്. വളരെ ഈസി ആയിട്ട് ക്ലിപ്പ് ഓൺ ആയി. ഫ്രണ്ട്സ്, ഇതാണ് വാച്ചിന്റെ വിത്ത് ബാൻഡ്, ലുക്ക് മെറീൻ ബാൻഡ്. എന്റെ ബ്രസ്റ്റില് മാഗ്നറ്റിക് ഡോക്ക് നല്ല ഈസി ആയിട്ട് നോച്ച് ആവുന്നുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് ഓൺ ചെയ്ത് നോക്കട്ടെ. നൈസ് ഫ്രണ്ട്സ്, ഇതിന്റെ ലുക്കും ഹൗ ഇറ്റ് റെസ്പോൺസസ് എല്ലാം നന്നായിട്ടുണ്ട്. ഇതിനെപ്പറ്റി മോർ കണ്ടന്റ് ഞാൻ എല്ലാം ടെസ്റ്റ് ചെയ്തിട്ട്, സ്ലീപ്പ് സെൻസർസും അതെല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒരു അൺബോക്സിങ് ചെയ്ത വീഡിയോ ആണ്. താങ്ക് യു ഫ്രണ്ട്സ്.